കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്ന് സംശയമുണ്ട്. അതോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോ തയ്യാറെടുപ്പോ? എന്തിനായാലും ഒരുക്കമുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDF അവർക്കിപ്പോൾ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വന്നിരിക്കുകയാണ്. കാരണം പറ്റിയ സമയമാണ് ഇതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. LDF മൂന്നാം വട്ടം തുടർഭരണം വേണം. അതുകൊണ്ട് അവര് എങ്ങനെയും കേരള കോൺഗ്രസിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് അങ്ങോട്ടേക്ക് കേരള കോൺഗ്രസ് പോകുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ ശക്തമായതാണ്. കാരണം പല ആവശ്യങ്ങളും ആവശ്യം ഉന്നയിക്കുന്നു. നിയമസഭ ഉടൻ വിളിച്ചുകൂട്ടി ഈ വന്യജീവി ബുദ്ധിമുട്ട് ചർച്ച ചെയ്യണം, തെരുവുനായി പ്രശ്നം ചർച്ച ചെയ്യണം എന്നൊക്കെ അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് കയറി ആവശ്യപ്പെടുന്നത്, വിദേശ യാത്ര സമയത്ത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ കാര്യങ്ങൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇനി അഥവാ തെറ്റുകയാണെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുക എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇപ്പൊ പള്ളിക്കാരുടെ ആവശ്യം LDF വിടണമെന്നാണ്. അത് വളരെ ശക്തമായിട്ട്, കാരണം ജോസ് കെ മാണി വിഭാഗം എപ്പോഴും അവരുടെ പാർട്ടി തലത്തിലുള്ള തീരുമാനത്തിനപ്പുറത്തായിട്ട് പള്ളിക്കാരും പട്ടക്കാരും പറയുന്നത് അനുസരിച്ചു കൂടിയാണ് അവർ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുക. അങ്ങനെയാണ് 2021 LDF വന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു ചാട്ടം നടത്തുന്നുണ്ടെങ്കിലും അത്തരത്തിലായിരിക്കും. പക്ഷെ എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും നീക്കം ഉണ്ടാകത്തുള്ളൂ. കാരണം ആ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള ചലനങ്ങളൊക്കെ. അത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മാത്രമല്ല, പല ഘടകകക്ഷികളുടെയും നിലനിൽപ്പ് ഏത് മുന്നണിയിലായിരിക്കുമെന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. കാരണം ജോസ് കെ മാണി വലിയ ബാർഗെയിനിങ് നടത്തുന്ന ആളാണ് എന്ന് CPM നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പാലയിൽ 2021 ജോസ് കെ മാണിയെ തോൽപ്പിച്ചു കൊടുത്തത് തന്നെ. ജയിച്ചു വന്നിരുന്നെങ്കിൽ ജോസ് കെ മാണി നന്നായി ബാർഗെയിൻ ചെയ്യും. ഇപ്പൊ ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് സെൻട്രൽ ട്രാവൻകൂറിൽ ഇവർക്ക് നേട്ടമുണ്ട്. അല്ലാതെ ഇത് നന്നായിട്ട് CPIക്ക് പോലും അറിയാം കേട്ടോ. അതുകൊണ്ടായിരുന്നു CPIയുടെ പേടി അവരുടെ ഘടകകക്ഷിയിലെ പ്രഥമ സ്ഥാനം പോകുമോ എന്നുള്ളത്. രണ്ടാമനായി. കാരണം ഈ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ചർച്ചയായിട്ടുണ്ടല്ലോ, ഈ കേരള കോൺഗ്രസ് LDF വന്ന രണ്ടാമനായി ആരായിരിക്കുമെന്ന എന്നുള്ള ചർച്ചയായിരുന്നു ആദ്യം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ജോസ് കെ മാണി ജയിച്ചു വന്നിരുന്നുവെങ്കിലുണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളൊക്കെ ചോദിച്ചെന്നിരിക്കും. ധനകാര്യം തന്നെ ചോദിക്കും. കാരണം അച്ഛൻ ഏറെക്കാലം കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെ വേണമെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഇപ്പൊ ഇവരിവിടെ സീറ്റ് കൂടുതൽ ചോദിക്കുന്നത്. സീറ്റ് അർഹതപ്പെട്ടവരുമാണ്. ഇവർക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, പാല, തൊടുപുഴ, പൊൻകുന്നം ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ, റാന്നി, പത്തനംതിട്ട ഈ ഇടങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് കോട്ടയം സ്വാധീനമുള്ള ഇടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് അത്രയും സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. ഇവരെ എങ്ങനെയും ചേർത്ത് നിർത്താനേ ആഗ്രഹിക്കത്തുള്ളൂ CPM. കാരണം എങ്ങനെയെങ്കിലും മൂന്നാം വട്ടം അധികാരത്തിൽ വരണം. ഈ ജോസ് കെ മാണി വിഭാഗത്തിന് ഇപ്പൊ അപ്പുറത്തേക്ക് ഒരു ചാട്ടം ചാടണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങള് അവർക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം ഒരു വ്യക്തത ഉണ്ടാക്കും. പക്ഷെ ഈ ബാർഗെയിനിങ് അംഗീകരിക്കണമെന്നും ഇല്ല കേട്ടോ CPMകാര്. സീറ്റിന്റെ കാര്യത്തിൽ പലപ്പോഴും പിടിവലി നടന്നിട്ടുള്ളപ്പോഴൊക്കെ പലരും LDF നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. നമുക്കറിയാം 2014 MK പ്രേമചന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്ന് തന്നെ അറിയാം. കൊല്ലം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രേമചന്ദ്രൻ ഇറങ്ങിപ്പോന്ന് UDF വരികയും പ്രേമചന്ദ്രന് ഓരോ തവണയും വലിയ വിജയത്തിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് പഞ്ചായത്തിലായാലും കോട്ടയത്ത് പ്രശ്നമെന്ന് പറയുന്നത് അറിയാമല്ലോ. അവിടെ മുനിസിപ്പാലിറ്റി പ്രശ്നം ഉണ്ടായപ്പോഴാണല്ലോ UDFുമായിട്ട് തെറ്റിയതും ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് പിന്നീട് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇറക്കി വിട്ടതല്ലല്ലോ, ഇറങ്ങിപ്പോയതല്ലേ, വേണമെന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന്.
പക്ഷേ അല്ല, ഈ അധിക സീറ്റുകൾ ചോദിക്കുകയാണെങ്കിൽ LDF കൊടുക്കുമോ? ചിലപ്പോൾ സാധ്യതയുണ്ട്. അതോ ചോദിച്ചിട്ട് ഈ കേരള കോൺഗ്രസിന് തന്നെ അറിയാം ഈ സീറ്റുകൾ ലഭിക്കില്ല, അപ്പോൾ ഒരു മുന്നണി മാറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്, ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് കാരണമായല്ലോ. അതിനു മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടതും അതിന്റെ ഒരു സൂചനയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത് നടത്തത്തില്ല, കാരണം മുന്നണിക്കകത്ത് പറയേണ്ട കാര്യമാണ്, പൊതു ഇടങ്ങളിൽ പറയേണ്ടതല്ല, അത് പറഞ്ഞു. അപ്പോൾ ഇതും കൂടുതൽ സീറ്റ് ചോദിക്കുന്നു. കിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ CPM വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകും. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലേ, വിട്ടുവീഴ്ച ചെയ്തതല്ലേ. അപ്പൊ അത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്താലോ? കാരണം മൂന്നാം വട്ടം എങ്ങനെയും തുടർഭരണത്തിലേക്ക് പോകണം. പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ട്. കോൺഗ്രസിന് എത്ര തിരിച്ചടി ഉണ്ടായെന്ന് പറഞ്ഞാലും ഇപ്പൊ നോക്കിയ മുസ്ലിം വിഭാഗം എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നിൽക്കുകയല്ലേ. അത് പിണറായിയെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ലീഗിനോടൊപ്പം നിൽക്കുകയാണ്. മുസ്ലിം വിഭാഗമല്ല ഒരു കുടക്കീഴിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഹൈന്ദവരുടെ വോട്ട് ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത്. ആ തരത്തില് അപ്പോൾ എന്നിട്ട് ലീഗിന്റെ വോട്ടിനകത്ത് വിള്ളൽ വീഴ്ത്താനും പിണറായി ശ്രമം നടത്തുകയും ചെയ്യും. അതിന്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പം പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തി എന്ന് വിചാരിച്ച് മുഴുവൻ ഹൈന്ദവ വോട്ടും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഇവര് MLA-മാരെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കുറിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മുന്നേറ്റം കുറിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കൂടുതൽ എവിടെയും ബാർഗെയിൻ ചെയ്യാം. ഇനി അപ്പുറത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും ബാർഗെയിൻ ചെയ്യാം. അവിടേക്ക് വരുമ്പോൾ ജോസഫ് വിഭാഗത്തിനും മുകളിലായിരിക്കും ജോസ് കെ മാണി നിൽക്കാൻ പോകുന്നത്. അതിനൊക്കെ ജോസഫ് പറഞ്ഞു ഒന്നിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തു. അതൊന്നും നടക്കത്തില്ല, നമുക്കറിയാവുന്നല്ലോ. ഒന്നിക്കാൻ പോകുമ്പോൾ വീണ്ടും എവിടെയെങ്കിലും പിളരുകയും ചെയ്യും. അപ്പോൾ ഈ തദ്ദേശത്തിലെ വിജയം കൂടുതൽ വരുമ്പോൾ സീറ്റ് കൂടുതൽ ചോദിക്കും. LDF-ൽ നിൽക്കുകയാണെങ്കിലും UDF-ൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഇവർക്ക് എപ്പോഴും താഴെത്തട്ടിൽ സ്ട്രോങ് ആണ്. ഇപ്പൊ ഇവരുടെ ചില തട്ടകങ്ങളുണ്ടല്ലോ, കോട്ടയമായാലും തൊടുപുഴയായാലും പൊൻകുന്നം ഇങ്ങനെയുള്ള പാല, അവർക്ക് അവരുടേതായ ചില ബെൽറ്റുകളുണ്ട്. അവിടെ അവര് നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഇവര് മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ബലപേശൽ നടത്തി കഴിയുമ്പോൾ ഇവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കാം, അവരിഷ്ടപ്പെടുന്ന സീറ്റ്. ഇനി ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഇടം കൊടുക്കണം, വളരെ സുരക്ഷിത. പാല ഇനിയിപ്പോ ജോസ് കെ മാണിക്ക് അത്ര കയ്യിൽ കിട്ടും എന്ന് തോന്നുന്നില്ല. കാരണം അവിടെ മാണി സി കാപ്പൻ നിൽക്കുകയാണ്. മാണി സി കാപ്പൻ മാറിക്കൊടുക്കത്തില്ല. മാണി സി കാപ്പന് എന്തായാലും അടുത്ത തവണ നിൽക്കും, ജയിക്കും. UDF അധികാരത്തിൽ വന്ന കാപ്പൻ ഒരു മന്ത്രിയുമായിരിക്കും. അപ്പൊ അവിടെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് എവിടെയായിരിക്കും കൊടുക്കുക? ലീഗ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ലീഗിനെയാണല്ലോ ഇതിന്റെ ചുമതല വരെ ഏൽപ്പിച്ചിരുന്ന ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഇനിയിപ്പോ ഈ സീറ്റ് കൂടുതൽ ചോദിച്ചു കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉടൻ ചാടും എന്നെനിക്ക് തോന്നുന്നില്ല. ഉള്ള സീറ്റ് കൊണ്ട് അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യും. കിട്ടുന്ന സീറ്റിൽ മത്സരിച്ചുകൊണ്ട് പിന്നെ വിജയം കാണിച്ചു കൊടുത്തിട്ട് എന്താണെന്ന് ഭാവി തീർച്ചപ്പെടുത്തുകയും ചെയ്യും.